നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഏറെ പ്രതിസന്ധികൾക്കും പ്രതിബന്ധങ്ങൾക്കും ഒടുവിൽ TVK തലവൻ വിജയ് ഭരണത്തലപ്പിൽ. തമിഴ്നാട്ടിലെ ദ്രാവിഡ രാഷ്ട്രീയത്തെ അകറ്റി നിർത്തി അധികാരത്തിൻ്റെ മധുരം നുണഞ്ഞ TVK നായകൻ ഇളയ ദളപതിക്ക് അഭിവാദ്യങ്ങളർപ്പിച്ച് ആയിരങ്ങൾ പാലക്കാട്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങ് തത്സമയ ദൃശ്യം അരോമ തിയേറ്ററിൽ തെളിഞ്ഞതോടെ ഫാൻസുകാരുടെ പുഷ്പവൃഷ്ടി. പാഞ്ഞാളിൽ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് രാത്രിയുടെ മറവിൽ തീയിട്ട് നശിപ്പിച്ച് അജ്ഞാതരുടെ ക്രൂരവിനോദം. വ്യക്തിവൈരാഗ്യമാകാം കാരണമെന്ന നിഗമനം. പ്രതികൾക്കായി വലവിരിച്ച് ചെറുതുരുത്തി പോലീസ്. മുള്ളൂർക്കര വാഴക്കോട് വിനോദസഞ്ചാരികളുടെ ട്രാവലർ അപകടത്തിൽപ്പെട്ട 4 പേർക്ക് പരിക്ക്. സംഭവം ഞായറാഴ്ച പുലർച്ചെ. ആരുടെയും നില ഗുരുതരം. വാർത്തകൾ വിശദമായി. തമിഴ്നാട്ടിലെ ദ്രാവിഡ രാഷ്ട്രീയത്തെ അകറ്റി നിർത്തി അധികാരത്തിൻ്റെ മധുരം തുറഞ്ഞ TVK നായകൻ ഇളയ ദളപതിക്ക് വിജയാശംസകൾ അർപ്പിച്ച് ആയിരങ്ങൾ. സത്യപ്രതിജ്ഞാ ചടങ്ങ് തത്സമയം കാണിച്ച പാലക്കാട് അരോമ തിയേറ്ററിൽ ഫാൻസുകാരുടെ പുഷ്പവൃഷ്ടി. ഏറെ പ്രതിസന്ധികൾക്കും പ്രതിബന്ധങ്ങൾക്കുമിടയിലാണ് TVK തലവൻ വിജയ് ഭരണത്തലപ്പിൽ എത്തുന്നത്. ഭരണത്തിലേറാൻ കേവല ഭൂരിപക്ഷമില്ലാതെയിരുന്ന TVKയും തമിഴ്നാട് ഗവർണറും കോമ്പുകോർക്കുകയായിരുന്നു. ഒടുവിൽ കോൺഗ്രസ്, CPI, ലീഗ്, CPM മുന്നണികളുടെ പിന്തുണയിലാണ് TVK നായകൻ വിജയ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. 6 പതിറ്റാണ്ട് നീണ്ട ദ്രാവിഡ രാഷ്ട്രീയത്തെ ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ വിജയ് അധികാരത്തിൽ നിന്നും അകറ്റി നിർത്തിയത് പ്രബല മുന്നണികളെ ആശ്ചര്യപ്പെടുത്തുന്ന ഒന്നായിരുന്നു. ചെന്നൈ നെഹ്റു സെൻട്രൽ സ്റ്റേഡിയത്തിലെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ആവേശം ആനന്ദമാക്കുകയാണ് തമിഴ്നാടോട് ചേർന്ന് കിടക്കുന്ന പാലക്കാട്ടിലെയും ഫാൻസുകാർ. സിനിമാ ജീവിതത്തിൽ നിർമ്മാതാവിനെയും സംവിധായകനെയും പ്രേക്ഷകരെയും നിരാശപ്പെടുത്താതിരുന്ന വിജയ് ഭരണത്തിലും മികവ് പുലർത്തുമെന്നാണ് വിശ്വാസം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മുള്ളൂർക്കര വാഴക്കോട്ടിൽ വിനോദസഞ്ചാരികളുടെ ട്രാവലർ അപകടത്തിൽപ്പെട്ട് 4 പേർക്ക് പരിക്കേറ്റു. പ്ലാഴി വാഴക്കോട് സംസ്ഥാന പാതയിൽ വാഴക്കോട് എടലംകുന്ന് ബസ് സ്റ്റോപ്പിന് സമീപം ഞായറാഴ്ച പുലർച്ചെ 3:15 അപകടം നടന്നത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. കൊടൈക്കനാൽ വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന പുതുരുത്തി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ട്രാവൽ നിയന്ത്രണം വിട്ട് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ടാറ്റ എയ്സ് വാഹനത്തിലും ഇലക്ട്രിക് പോസ്റ്റും ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ട്രാവലർ ഡ്രൈവർ അഭിരാമിനും വാഹനത്തിലുണ്ടായിരുന്ന മറ്റ് 3 യാത്രക്കാർക്കുമാണ് പരിക്കേറ്റത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് വാഹനം നിയന്ത്രണം വിടാൻ കാരണമായതെന്നാണ് പ്രാഥമികമായി അറിയുന്നത്. പരിക്കേറ്റവരുടെ നില ഗുരുതരമല്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാഞ്ഞാളിൽ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് രാത്രിയുടെ മറവിൽ തീയിട്ട് നശിപ്പിച്ച് അജ്ഞാതരുടെ ക്രൂരവിനോദം. വ്യക്തിവൈരാഗ്യമാകാം കാരണമെന്നാണ് നിഗമനം. പ്രതികൾക്കായി വലവിരിച്ച് ചെറുതുരുത്തി പോലീസ്. പാഞ്ഞാൾ ഉന്നത്തൂർ ക്ഷേത്രത്തിന് മുൻവശം റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന KL 51B 7120 നമ്പർ ബൈക്കാണ് ക്രൂരമായ വിനോദത്തിന് ഇരയായത്. പാലക്കാട് വാണിയംകുളം സ്വദേശി അനിൽകുമാറിന്റെ ഉടമസ്ഥയിലുള്ള വാഹനമാണിത്. ശനിയാഴ്ച രാത്രി 8:00-ഓടെയാണ് സംഭവം നടന്നത്. പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് അവിടെ നിന്നും മാറ്റി സമീപത്തെ കനാൽ പാലത്തിന് മുകളിൽ വെച്ചാണ് പ്രതികൾ തീയിട്ടത്. വ്യക്തിപരമായ വൈരാഗ്യമാണ് ഈ കടുങ്കൈക്ക് പിന്നിലെന്ന് സംശയിക്കുന്നു. ഭാരതീയനായ സംഹിത 326G വകുപ്പ് പ്രകാരം കേസെടുത്ത ചെറുതുരുത്തി പോലീസ് പ്രതികൾക്കായി വലവിരിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പാലക്കാട് താലൂക്ക് NSS യൂണിയൻ മാനവ വിഭവശേഷി വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന കരയോഗത്തിലെ കുട്ടികൾക്കായി ധോണി ലീഡ് കോളേജിൽ ദ്വിദിന സഹവാസ പഠന ക്യാമ്പിന് തുടക്കമായി. പ്രഭാപതം 2026 എന്ന പേരിൽ സംഘടിപ്പിച്ച സഹവാസ പഠന ക്യാമ്പ് NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK മേനൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളിലെ വിജ്ഞാന ശാംശീകരണം വർദ്ധിപ്പിക്കുകയാണ് ക്യാമ്പിൻ്റെ ലക്ഷ്യം. കുട്ടികളുടെ അഭിരുചികൾ വളർത്തിയെടുക്കുന്നതിനാവശ്യമായ ദിശാബോധം നൽകലും ക്യാമ്പിന്റെ ലക്ഷ്യമാണ്. യൂണിയൻ വൈസ് പ്രസിഡന്റ് K ശിവാനന്ദൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യൂണിയൻ സെക്രട്ടറി N കൃഷ്ണകുമാർ, താലൂക്ക് വനിതാ യൂണിയൻ പ്രസിഡന്റ് J ബേബി ശ്രീകല എന്നിവർ പ്രസംഗിച്ചു. 2 ദിവസങ്ങളിൽ നടക്കുന്ന ക്യാമ്പിൽ വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള ക്ലാസുകളും വിവിധ ആക്ടിവിറ്റീസുകളും ഫാം വിസിറ്റിംഗും ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. രൂക്ഷമായ കുടിവെള്ളക്ഷാമം. പറളയിൽ ലോറിയിൽ കുടിവെള്ള വിതരണം തുടങ്ങി. ഓരോ കുടുംബത്തിനും 500 ലിറ്റർ വെള്ളമാണ് നൽകുന്നത്. ലോറിയിൽ കൂറ്റൻ ടാങ്കിൽ വെള്ളം നിറച്ചാണ് വിതരണം. ഓരോ കുടുംബത്തിനും 500 ലിറ്റർ വെള്ളം വീതമാണ് വിതരണം ചെയ്യുന്നത്. തിങ്കളാഴ്ച 1ാം വാർഡിലും തുറന്ന ദിവസങ്ങളിൽ മറ്റാവശ്യമായ വാർഡുകളിലും വിതരണം ചെയ്യുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷാകുമാരി പറഞ്ഞു. കുടിവെള്ളക്ഷാമത്താൽ വലഞ്ഞ വീട്ടമ്മമാർ ലോറിയിൽ വെള്ളമെത്തിക്കണമെന്ന് മാസങ്ങളായി ആവശ്യപ്പെട്ടു വരികയാണെങ്കിലും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിലാണ് ഇതുവരെയും വിതരണം ചെയ്യാതിരുന്നതെന്നും പ്രസിഡന്റ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ പ്രഭാതം കലാ സാംസ്കാരിക വേദി 22ാം വാർഷികാഘോഷ നിറവിൽ. വാർഷിക നഗരസഭ ചെയർപേഴ്സൺ P നിർമ്മല ഉദ്ഘാടനം ചെയ്തു. ഒറ്റമുറിയിലെ പെണ്ണ എന്ന നാടകവും അരങ്ങിലെത്തി. ഷൊർണൂർ പ്രഭാതം കലാ സാംസ്കാരിക വേദി 22ാം വാർഷികാഘോഷ നിറവിൽ ഷൊർണൂർ KVR ഹൈസ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ P നിർമ്മല വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ട് വളരെ സത്യസന്ധമായി പറയുന്നതിന് നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം വളരെ വിപരീതമായൊരു
കാലാവസ്ഥയിൽ അല്ലെങ്കിൽ ഒട്ടും അനുകൂലമല്ലാത്ത ഒരു കാലാവസ്ഥയിലാണ് പ്രഭാതം ആരംഭിക്കുന്നത്. ആ കാലഘട്ടം മുതൽ വളരെയധികം പോരാട്ടങ്ങളിലൂടെ തന്നെയാണ് പ്രഭാതം ഈ 22 വർഷം വളർന്നു വന്ന് ഇന്ന് നല്ല നിലയിൽ ഷൊർണൂരിൽ തന്നെ പ്രശസ്തി ആർജിച്ച് തലയുയർത്തി പിടിച്ചുകൊണ്ട് ഈ സംഘടന നിൽക്കുന്നത്. അത് എന്നെ പോലെ തന്നെ ഈ പ്രഭാത കുടുംബാംഗങ്ങൾക്കും ഈ നല്ലവരായ നാട്ടുകാർക്കും അത് അറിയുന്ന കാര്യമാണ്. സെക്രട്ടറി രതീഷ് കുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ VK അനുരാജ്, ഭവദാസൻ ഉണ്ണി മാസ്റ്റർ, സതീഷ് ബാബു, വിലാസിനി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കൊല്ലം അയനം നാടകവേദിയുടെ ഒറ്റമുറിയിലെ പെണ്ണ് എന്ന നാടകം അരങ്ങിലെത്തി. എനിക്കത്ര ഇംപ്രസീവ് ആയെന്ന് തോന്നില്ല. ഇതാണോ എഡിറ്റിംഗ്? ഞാൻ നോക്കും. അതിലെങ്ങാനും തൊട്ടാ മോനെ നിന്റെ കൈ ഞാൻ വെട്ടും. വിഷ്വൽ സെൻസ് ഇല്ലാത്ത നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇതുമായിട്ടുള്ള പുരാവസ്തുക്കളെ ചവിട്ടി തോട്ടി കളിച്ചിട്ടേ നല്ല പൊളി പയ്യന്മാരെ വെക്കാൻ ക്യാമറമാനായിട്ട് അവന്മാരെടുക്കുന്ന വിഷ്വൽസ് ഉണ്ടല്ലോ, അടിപൊളിയാ. ഇതുപോലെ 70കളിലെ സാധനമല്ല. രണ്ടുപേരും കൂടി പറഞ്ഞു പറഞ്ഞ് എങ്ങോട്ട് കയറി പോയാണ് കഴിഞ്ഞ നമ്മുടെ വീഡിയോ റീച്ച് എത്ര പറ 1.5 മില്യൺ. അതെന്തുകൊണ്ടാണ്? അത് ഞങ്ങളുടെ ഫാൻ ബേസ്, ഞങ്ങളുടെ ഫോളോവേഴ്സ്, ഞങ്ങളുടെ ഓറ, ഞങ്ങളുടെ പ്രസന്റേഷൻ സ്റ്റൈൽ. പിന്നെ ഞങ്ങളുടെ കണ്ടന്റിന്റെ പ്രശ്നം പ്രേക്ഷകർക്ക് ഞങ്ങളോടുള്ള കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് പുറമെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും സജീവമായ പ്രവർത്തനങ്ങളാണ് പ്രഭാതം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. നിർധന കുടുംബത്തിന് പഴയലക്കടി ശിഹാബ് തങ്ങൾ റിലീഫ് സെൻ്ററിൻ്റെയും വിവിധ KMCകളുടെയും സഹായത്തോടെ കിടപ്പാടമൊരുങ്ങി. മുസ്ലിം ലീഗിലെ സജീവ പ്രവർത്തകൻ സുധീർ വേങ്ങേരിക്കാണ് അകലൂരിൽ സ്നേഹഭവനം ഒരുങ്ങിയത്. ആംബുലൻസുകൾ എണ്ണാൻ കഴിഞ്ഞില്ല. എല്ലാ ആംബുലൻസുകളും അങ്ങനെയാണല്ലോ. പഞ്ചായത്ത് പാലക്കാട് ജില്ലയിൽ തന്നെ 1045 ആംബുലൻസുകൾ, എല്ലാ സൗകര്യങ്ങളും. അപ്പൊ അങ്ങനെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിലാണ് പാർട്ടിക്ക് പടച്ചവൻ ഇപ്പൊ തന്നിട്ടുള്ള സുലഭമായ അവസരം. 23 സീറ്റാണ് ലഭിച്ചതെങ്കിൽ 3 സീറ്റ് കപ്പിന്റെയും ചുണ്ടിന്റെയും ഇടയിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. ഒരു സീറ്റ് നഷ്ടപ്പെടാൻ കാരണക്കാരനായവനെ ഇന്ന് മുറിച്ച് പുറത്താക്കി ഇനിയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളവർക്ക് അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. 1800 വോട്ടും കൂടെ പിടിക്കുമായിരുന്നുവെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയേക്കാൾ ഒരു സീറ്റ് അധികമുള്ള പാർട്ടിയായിരുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അതിനേക്കാൾ വലിയ ബാക്കി എന്താണ്? 99 സീറ്റ് കൊണ്ട് ഭരിച്ച പാർട്ടിയുടെ ഒരു സീറ്റ് ലീഗിന് കൂടുമായിരുന്നു. ഈ 3 സീറ്റ് കൂടെ ജയിച്ചിരുന്നു. ലളിതമായ ചടങ്ങിൽ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം സുധീറിന് താക്കോൽ കൈമാറി. മുസ്ലിം ലീഗ് ഒറ്റപ്പാലം നിയോജക മണ്ഡലം പ്രസിഡന്റ് PA ഷൗക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. കോങ്ങാട് മണ്ഡലം പ്രസിഡന്റ് മണ്ണൂർ പഞ്ചായത്ത് അംഗമായ VM അൻവർ സാദിഖ്, ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷംല ഷൗക്കത്ത്, UP രവി, VA ഖാലിദ്, VA ഗഫൂർ, KM ഷിബു, PS രാമചന്ദ്രൻ, സുഹ്ര ഫിറോസ്, സുഹ്ര മുഹമ്മദ്, MK സലാം, V യൂസഫ് അലി, V മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. സുധീർ വന്നേരി കിടപ്പാടമൊരുക്കിയ ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിനെയും KMCCയെയും നന്ദി അറിയിച്ചു. ഞാൻ സുധീർ വന്നേരിയാണ്. എനിക്ക് വേണ്ടിയിട്ട് ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലും നാട്ടിലെ യൂത്ത് ലീഗും നാട്ടിൽ നല്ലവരെ ഒരുപാട് പേര് കൈ കൊടുത്തിട്ട് എനിക്ക് വീട് വളരെ നിർമ്മിച്ച് തന്ന വീടാണത്. അൽഹംദുലില്ലാ. ഇത് ആരൊക്കെ ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ, ഇതിൽ 1 രൂപ എടുത്തിട്ടുണ്ടോ, എനിക്ക് ഒരുപാട് വീടില്ലാത്തവരാണ് എന്നെ സഹായിച്ചിട്ടുള്ളത്. അപ്പോൾ അല്ലാഹു തആല അവർക്ക് അർഹമായ പ്രതിഫലം ലോകത്തും ഈ ലോകത്തും അല്ലാഹു തആല കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എന്നും കടപ്പെട്ടവനായിരിക്കും. സഹായിച്ചവർക്കൊക്കെ നാം തൗഫീഖ് നൽകട്ടെ. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഏറെ പ്രതിസന്ധികൾക്കും പ്രതിബന്ധങ്ങൾക്കും ഒടുവിൽ TVK തലവൻ വിജയ് ഭരണത്തലപ്പിൽ. തമിഴ്നാട്ടിലെ ദ്രാവിഡ രാഷ്ട്രീയത്തെ അകറ്റി നിർത്തി അധികാരത്തിൻ്റെ മധുരം നുണഞ്ഞ TVK നായകൻ ഇളയ ദളപതിക്ക് അഭിവാദ്യങ്ങളർപ്പിച്ച് ആയിരങ്ങൾ പാലക്കാട്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങ് തത്സമയ ദൃശ്യം അരോമ തിയേറ്ററിൽ തെളിഞ്ഞതോടെ ഫാൻസുകാരുടെ പുഷ്പവൃഷ്ടി. പാഞ്ഞാളിൽ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് രാത്രിയുടെ മറവിൽ തീയിട്ട് നശിപ്പിച്ച് അജ്ഞാതരുടെ ക്രൂരവിനോദം. വ്യക്തിവൈരാഗ്യമാകാം കാരണമെന്ന നിഗമനം. പ്രതികൾക്കായി വലവിരിച്ച് ചെറുതുരുത്തി പോലീസ്. മുള്ളൂർക്കര വാഴക്കോട് വിനോദസഞ്ചാരികളുടെ ട്രാവലർ അപകടത്തിൽപ്പെട്ട 4 പേർക്ക് പരിക്ക്. സംഭവം ഞായറാഴ്ച പുലർച്ചെ. ആരുടെ ഇന്നലെ ഗുരുതരം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.